ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ റംസാന് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവുമല്ലോ, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ. അപ്പോൾ അവർക്ക് എങ്ങനെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതാണ് നമ്മൾ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഉലുവ നല്ല പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവ് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മളവിടെ മൂപ്പിക്കുക എന്ന് പറയട്ടോ, നിങ്ങളെന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 സവാള അരിഞ്ഞത് സ്ലൈസായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് നമുക്ക് വെന്ത് വരാനുള്ള ടൈം കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 തക്കാളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ 2 തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും നമ്മൾ ആവിക്ക് വയ്ക്കുകയാണ് കേട്ടോ. കാരണം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരാനാണ്. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. കാരണം എനിക്ക് അധികം എരിവ് വേണ്ട. പിന്നെ ഇങ്ങനെ കാശ്മീരി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലിട്ടിട്ടില്ല, ഞാൻ മറന്നുപോയി, പിന്നെയാണ് ഇട്ടത് കേട്ടോ. കാശ്മീരി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഇത് നല്ല ഇട്ട് നല്ല ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടില്ല, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് നമ്മൾ വേവാനുള്ള ടൈം കൊടുത്ത് നമ്മളതൊന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. അതുപോലെ തേങ്ങാപ്പാൽ വറന്നു കൊടുത്താൽ നമ്മൾ കടികളിലൊക്കെ, വെള്ളപ്പം, പത്തിരിയിലൊക്കെ